കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ നടന്ന വാക്കുപോര് ഇപ്പോൾ CPM-നകത്തെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീ പുരുഷ സങ്കലനത്തിലും മറ്റും കാരണം ആകുമെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പ്രാകൃത ചിന്താഗതി എന്ന വിശേഷണത്തോടെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും CPM ഉൾപ്പെടെ ചില രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ ആളുകളുമൊക്കെ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നതും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. ഇസ്ലാമിക സമൂഹത്തോട് അഥവാ ഇസ്ലാമിക വീക്ഷണങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാർ സംവദിക്കുമ്പോൾ, ഉത്ബോധിക്കുമ്പോൾ, പറയുമ്പോൾ, അതിലെ മതവിധികളും അതിർവരമ്പുകളും ഉണർത്തുമ്പോൾ, ചില കാര്യങ്ങൾ വിലക്കുമ്പോഴെല്ലാം എല്ലാ കാലത്തും എതിർപ്പുകളുമായി രംഗത്ത് വരുന്ന ആളുകൾ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ചിന്ത എന്നാണ്. ചിലർ പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് കടൽ കിഴവന്മാർ എന്നൊക്കെയാണ്. അങ്ങനെ പറയുന്നത് നവോത്ഥാനമാണെന്ന രീതിയിലൊക്കെയാണ് ചില സംസാരങ്ങൾ. മലയാളത്തിൽ ഒരു മുഖ്യധാരാ ചാനലിന്റെ പ്രൈം ടൈം ചർച്ചയിൽ അവതാരകൻ സ്ത്രീ പുരുഷ സങ്കലനത്തിലെ ലിബറൽ സാമൂഹ്യ ബോധത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ പറയുന്നവരെ നേരിട്ട് കൊണ്ടിരുന്നത്. ഒരു അവതാരകനിൽ നിന്നും മാറി വ്യക്തമായ അജണ്ടയോടെ ഒരു വിഷയം കയ്യിൽ കിട്ടിയതിൻ്റെ ആഹ്ലാദവും സന്തോഷവും ആ അവതാരകന്റെ മുഖത്തും ശരീരഭാഷയിലുമെല്ലാം നിഴലിച്ചു നിന്നു. നിങ്ങൾ നോക്കൂ, മുസ്ലിം പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തോട് സംവദിക്കാറുണ്ട്. മതവിധികൾ അവരെ ഉണർത്താറുണ്ട്, പറയാറുണ്ട്. അത് പണ്ഡിത ധർമ്മമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അതനുസരിക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളും ഈ ലോകത്തുണ്ട്, ഈ കേരളത്തിലുണ്ട്. ഇസ്ലാമിക കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ ഇത്തരം കാര്യങ്ങൾ ഉണർത്തലും അവരോട് ഉത്ബോധിപ്പിക്കലും പണ്ഡിതന്മാർ ചെയ്യുന്നത് മഹാ അപരാധമാണ് എന്നാണ് ഇത്തരക്കാരുടെ വെപ്പ്. അവർ പറയുന്നത് ഇതൊന്നും സാമൂഹ്യ ചിന്താഗതിക്കനുസരിച്ച് യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന രീതിയിലാണ്. അടുത്ത കാലത്ത് ഉയർന്നു വന്ന പ്രഭാത വ്യായാമ കൂട്ടായ്മയിൽ സ്ത്രീ പുരുഷ സങ്കലനം വലിയ ചർച്ചയായിരുന്നതാണ്. സ്ത്രീയും പുരുഷനും ഇടകലരുന്നതിനെ ഇസ്ലാം ശക്തമായി വിലക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു വ്യായാമ മുറയിൽ ഏർപ്പെടുമ്പോൾ ശരീര ആകാര വടിവുകൾ ദൃശ്യമാവുക സ്വാഭാവികമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യവും മുഖ്യമല്ലേ എന്നാണ് മറുചോദ്യം. ആ ചോദ്യവും കടന്നുകൊണ്ട് ഇതൊരു പൊതുസമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്നതാണോ എന്നതാണ് മറ്റുള്ള ചോദ്യം. ഇസ്ലാമിക വിധിവിലക്കുകൾ കാലഘട്ടം ഏത് എന്നതിനനുസരിച്ചല്ല, ഇസ്ലാമിക വിധിവിലക്കുകൾ പറയേണ്ടവർ പറയുന്നു എന്നുള്ളതാണ്. അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം. അതനുസരിക്കുന്ന സമൂഹവും ഇവിടെയുണ്ട്. സ്ത്രീകൾക്ക് ഇതിനൊക്കെ വ്യായാമങ്ങൾ ചെയ്യുവാനുമൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടെന്നിരിക്കെ ഈ ചോദ്യം കൊണ്ട് നേരിടാനാണ് ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തിരികെ ഒരു ചോദ്യം ചോദിച്ചാൽ, അവ ചൂണ്ടിക്കാണിച്ചാൽ രാഷ്ട്രീയത്തിൽ മതമേലധ്യക്ഷന്മാർ ഇടപെടേണ്ടെന്ന തിട്ടൂരവും ഉടനുണ്ടാകും. കാന്തപുരം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തേ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സ്ത്രീകളില്ല? അതെന്തേ എന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരമല്ല. ആക്ഷേപവും ഭീഷണിയും സൈബർ പടയുടെ അധിക്ഷേപവും ഒക്കെയാണ് പിന്നീട് ഉണ്ടായത്. കാലങ്ങളായി CPM-നെ മാത്രം പിന്തുണച്ചു വന്നിരുന്ന കാന്തപുരത്തിന് അതേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിൽ നിന്ന് തന്നെ ആക്ഷേപം നേരിട്ടു എന്നത് ആ ഒരു തിട്ടൂരത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപ പരമ്പരകളുടെ തുടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കുറിച്ചു എന്നത് എന്ത് വിരോധാഭാസമാണ്? ഈ പിന്തിരിപ്പൻ നിലപാട് ഉപേക്ഷിച്ച് കാന്തപുരത്തിന് ഓടേണ്ടി വരുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോഴും തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. കണ്ണൂർ ജില്ല CPM-ന്റെ ശക്തമായ ഒരു ജില്ലയാണല്ലോ. അവിടുത്തെ ഏരിയ കമ്മിറ്റികളിൽ ഒന്നിൽ പോലും ഒരു സ്ത്രീ ഇല്ലെന്നതാണല്ലോ പറഞ്ഞത്. സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്കും കുതിക്കുന്ന കാലമാണെന്നും തുല്യത വേണമെന്നുമാണ് പിന്നീട് MV ഗോവിന്ദൻ മറുപടി പറയുന്നത്. ആ മറുപടി പറഞ്ഞതിൽ പോലും MV ഗോവിന്ദൻ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെയും ചോദ്യങ്ങളുണ്ട്. പാർട്ടിയുടെ മന്ത്രിസഭ കേരളം ഭരിക്കുന്നുണ്ടല്ലോ. ഈ മന്ത്രിസഭയിൽ തുല്യത ഉണ്ടായിട്ടുണ്ടോ? 10 അനുപാതത്തിൽ തന്നെയാണോ മന്ത്രിമാരുള്ളത്? 140-ൽ എത്ര പേർ MLA-മാർ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പൊതു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി എന്തെല്ലാം സെപ്പറേഷൻ സർക്കാർ തലത്തിൽ ഇവിടെ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്? സാമൂഹ്യ മധ്യേ എത്ര സെപ്പറേഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട്? ഇക്കാര്യങ്ങൾ ഉണർത്തുമ്പോഴെല്ലാം മറുപടിയല്ല, ആക്ഷേപമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അവർ പറയും, ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണോ ഇതെന്ന്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി തന്നെ വേണമെന്ന് നിലപാട് സ്വീകരിക്കുന്നവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്.
ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമുള്ള ഈ പൊതു എന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങൾ ആരാണ്? നിങ്ങളുടെ വിമർശനങ്ങളെ ഭയന്നോ മറ്റോ ഇവിടെ പണ്ഡിതർ മതവിധികൾ പറയാതിരിക്കില്ല. അത് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ അത്തരം ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ ഇടപെടുക, മതത്തിൻ്റെ വിധിവിലക്കുകളും വിധികളുമൊക്കെ മതപണ്ഡിതർ തന്നെ പറയും. അതിന് കേരളത്തിന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുമുണ്ട്. അതിൽ രാഷ്ട്രീയക്കാർ കയറി ഇടപെടേണ്ട ആവശ്യം ഇവിടെയില്ല.